മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മളുടെ പ്രതാപനാണെങ്കിൽ അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ സാഗറും അതുപോലെ അനന്തും എല്ലാവരും തടയുന്നുണ്ട്. എന്നിട്ട് അവരെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് പ്രതാപനകത്തേക്ക് കയറിയിട്ട് എടാ കണ്ണാ മോനെ, നിൻ്റെ അച്ഛനെ കൊന്നത് ഞാനാടാന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ വാമദേവൻ വന്നിട്ട് ഇയാൾക്ക് പ്രാന്താന്നാ തോന്നണേന്ന് പറയണു. അതുപോലെ തന്നെ കരുണയും മഹാലക്ഷ്മിയും എല്ലാവരും വന്നിട്ട് പ്രതാപന് പ്രാന്താണെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പം കണ്ണൻ പറയുന്നുണ്ട് അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. അയാൾ സത്യമാണോ പറയണതെന്ന് അറിയില്ലല്ലോ. എന്തായാലും അയാളെ നിങ്ങൾ വിടുന്നു പറയുമ്പം അതൊന്നും ശരിയാവില്ല. അയാളെ വിട്ടാൽ അയാൾ നിന്നെ ഉപദ്രവിക്കും. ചിലപ്പോൾ അയാൾ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിൻ്റെ അച്ഛനെ കൊന്നത് അയാളാണെന്ന് പറഞ്ഞ് വന്നേക്കണം എന്നെ. എന്തായാലും അയാളെ നമ്മൾക്ക് ഇവിടുന്ന് ഒഴിവാക്കാമെന്നും പറഞ്ഞ് ഇവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിയും കരുണയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഉണ്ണിക്കും ദുർഗയ്ക്കൊക്കെ ആണെങ്കിൽ ഇയാളുടെ സംസാരത്തിൽ ആകെ സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി കരുണയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കരുണ നിൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ, ശരിക്കും ഇനി നിൻ്റെ അച്ഛനാണോ ഞങ്ങളുടെ അച്ഛനോ കൊന്നേന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയേട്ടന് എന്തൊക്കെയാണ് ഉണ്ണിയേട്ടായി പറയണേ, അച്ഛന് സമനില തെറ്റിയേക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, അതുകൊണ്ട് അച്ഛൻ ഓരോന്നും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ. അത് മാത്രമല്ല ഇപ്പോൾ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവല്ലേ എൻ്റെ അച്ഛൻ്റെ ശരീരത്തുള്ളത്, അതുകൊണ്ട് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവായിരിക്കും ഇതൊക്കെ പറയണേന്ന് പറയുമ്പോൾ ഈ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അതിന് എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്തിനാ നിൻ്റെ എൻ്റെ അച്ഛനെ കൊന്നേന്ന് പറയണേന്ന് ചോദിക്കുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ഉത്തരവൊന്നുമില്ല. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഇനി ഉണ്ണിയേട്ടനെ അതും ചോദിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ നടക്കാതെ വേറെ വല്ല പണിയുണ്ടോ എന്ന് നോക്കുന്നു പറഞ്ഞ് കരുണ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മഞ്ജു ആണെങ്കിലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അയാൾ എന്തുകൊണ്ടായിരിക്കും എൻ്റെ അച്ഛനെ കൊന്നത് അയാളാന്ന് പറഞ്ഞത്. ഇവിടെ എല്ലാവരും പറയണത് അയാൾക്ക് തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് പറയണേ എന്നാ, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നണില്ല. തലയ്ക്ക് സുഖമില്ലാത്ത ആൾ എൻ്റെ അച്ഛനെ കൊന്നു എന്ന് മാത്രം പറയണേന്തിനാ, വേറെ ഒന്നും പറയാതെ. അത് മാത്രമല്ല എൻ്റെ അച്ഛനെ ഇയാൾക്ക് നേരിട്ട് പരിചയവും ഇല്ല. പിന്നെ പെട്ടെന്ന് എൻ്റെ അച്ഛനെ കൊന്നു എന്ന് പറയണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇതിപ്പോൾ അത് കേട്ട അമ്മാവനും അനന്തോട്ടനും എല്ലാവരും അയാൾക്ക് തലയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞ് ഇവിടുന്ന് ഒഴിവാക്കുമല്ലോ ചെയ്ത. അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഇവരങ്ങനെ ചെയ്യേണ്ടതല്ലല്ലോ. സാഗറേട്ടനാണെങ്കിലും അയാൾക്ക് ഭ്രാന്താന്നും പറഞ്ഞാൽ ഇവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയാൽ ഇനിയിപ്പോൾ എൻ്റെ അച്ഛനെ കൊന്നത് ഇവർക്കൊക്കെ അറിയുമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ സങ്കടത്തോടുകൂടി ഇരിക്കുമ്പം ലേഖ വരുന്നുണ്ട്. ലേഖ വന്നിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മഹി നീ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക. ഇല്ല ലേഖ, എനിക്കൊരു സമാധാനവും ഇല്ല. കണ്ണേട്ടനെ അറിഞ്ഞാലത്തെ അവസ്ഥ എന്താ, ഇപ്പം തന്നെ അയാൾ വിളിച്ചു പറഞ്ഞത് കണ്ണേട്ടൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലോ ലേഖ എന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, ഇല്ല മഹി അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. എന്തായാലും അങ്ങനെ എന്തെങ്കിലും സംശയം കണ്ണേട്ടൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് തിരുത്തിക്കോളാന്ന്. പിന്നീട് നമ്മളുടെ മോഹിനി അങ്ങോട്ട് വന്നതും മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മേ എന്തൊക്കെയാണ് അമ്മ ഇവിടെ നടക്കണേ, അച്ഛനെ എങ്ങനെയാണ് അവിടെ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മോളെ, മുത്തശ്ശിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് പോകുന്നത് പ്രതാപേട്ടൻ ഒരിക്കലും ഇങ്ങോട്ട് വരാനിടയാവരുതെന്ന്. എന്നിട്ട് മുത്തശ്ശി ഇതെന്താ ചെയ്തതെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും സംഭവിച്ചു. ഇനിയിപ്പോൾ കണ്ണേട്ടന് എന്തെങ്കിലും സംശയം തോന്നി കണ്ണേട്ടൻ നേരിട്ട് കരുണയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചാൽ എല്ലാ സത്യങ്ങളും കണ്ണേട്ടനെ അറിയൂലോ എന്ന്. ഈ സമയത്ത് നമ്മളുടെ പ്രതാപനെയും പിടിച്ചു വലിച്ചുകൊണ്ട് വാമദേവൻ കാറിലോട്ട് കയറുന്നുണ്ട്. കാറിൽ കയറിയിട്ട് പ്രതാപൻ്റെ വായാണെങ്കിൽ ആദ്യം തന്നെ വാമദേവൻ മൂടി കെട്ടുന്നുണ്ട്. എന്നിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അനന്തവും സാഗറും പറയുന്നുണ്ട്, അയാളെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും മാനസികാശുപത്രി കൊണ്ടാക്ക്, ഇല്ലെങ്കിൽ അയാൾ പ്രശ്നമാകുമെന്ന്. അങ്ങനെ വാമദേവൻ്റെ കൂടെ പോണ പ്രതാപനാണെങ്കിൽ വാ കെട്ടിയേക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റണില്ല. എന്നിട്ട് അയാൾ വായിലെ സ്റ്റിക്കർ വലിച്ചു പറിക്കാൻ നോക്കുന്ന സമയത്ത് വാമദേവൻ എല്ലാവരും ചേർന്ന് പ്രതാപൻ്റെ രണ്ട് കൈയും പുറകിലോട്ടാക്കി കെട്ടിയിട്ട് കാറിലേക്ക് കയറ്റിയിടുന്നുണ്ട്. പിന്നെ പോണ വഴിക്ക് ഈ പ്രതാപൻ ഒരു സൈസ് അക്രമമൊക്കെ കാണിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും വാമദേവൻ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നേരെ കരുണയുടെ വീട്ടിലേക്കാണ് വണ്ടി വിടുന്നത്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇവൻ പോയിട്ടൊരു വിവരവും ഇല്ലല്ലോ, ഇവനക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും, എന്തായാലും ആ വാമനെ ഒന്ന് വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് വാമദേവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. വാമദേവനാണെങ്കിൽ ഫോൺ എടുത്തതും, എന്താ അമ്മേ എൻ്റെ കൂടെ പ്രതാപനുണ്ടെന്ന് പറഞ്ഞത്, ഓടാ നിൻ്റെ കൂടെ ഉണ്ടോ, അവനവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം നിലവിലൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ആകെ കൊളാക്കിയാനെ. എന്തായാലും കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ലാണ്ട് നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അവനെയും കൊണ്ട് നേരെ അങ്ങോട്ട് വരിക, ഇനി അധികം വൈകാതെ അവനെ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുവരണം. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നീ ഇന്ന് അവനെ ഇങ്ങോട്ട് കൊണ്ടാ, ഇനി അവൻ പുറലോകം കാണാതെ ഞാൻ നോക്കിക്കോളാം. ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടോണ്ടിരിക്കുന്ന പ്രതാപനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പ്രതാപൻ ഇങ്ങനെ ഞെളിപിരി കൊള്ളുന്നുണ്ട്. കാരണം ഒന്നും പറയാനും പറ്റില്ല, വായൊക്കെ അടച്ചു പൂട്ടി വെച്ചേക്കണത് കൊണ്ട്. പിന്നീട്
കരുണയുടെ വീട്ടിലെത്തിയതും കരുണയുടെ മുത്തശ്ശി ഒന്ന് പ്രതാപനെ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോകുന്ന സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ഇന്നൊരു ദിവസത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടു, പക്ഷേ എന്നും ഇതുപോലെ രക്ഷപ്പെടുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് ഇനി ഇവൻ പുറത്തിറങ്ങാണ്ട് നോക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ഒരു ആവശ്യമാണെന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും ഇവനിങ്ങനെ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്ത് പറയാനാ, എൻ്റെ ഒരു തലവര വയസ്സാം കാലത്ത് ഇവനെ നോക്കിക്കൊണ്ടിരിക്കണമല്ലോ എന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നോക്കാണ്ടൊരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരൻ നീ അടാ, നീ ഒറ്റ ഒരുത്തനാ എനിക്കിപ്പോൾ ഈ അവസ്ഥ വരുത്തിയത്, ഇല്ലെങ്കിൽ എനിക്ക് വയസ്സാം കാലത്ത് മനസ്സമാധാനമായിട്ട് വല്ലയിടത്തും നടക്കാമായിരുന്നു എന്ന്. അങ്ങനെ പ്രതാപനെ റൂമിൽ കൊണ്ടുപോയി നിർത്തിയതും വായിലെ കെട്ടൊക്കെ അഴിച്ചു വിട്ട സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇവരാ എൻ്റെ അമ്മായിമ്മേനെ കൊന്നേന്ന്. ആ സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്താ പ്രതാപ നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അത് നിനക്ക് മനസ്സിലായില്ലടാ വാമ, എൻ്റെ അമ്മായിമ്മയില്ലേ, അതായത് മോഹിനിയുടെ അമ്മ, ആ അമ്മയെ കൊന്നത് ഇവരാ, അതും വിഷം കൊടുത്ത്. അത് നിന്നോടാരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ആരും പറഞ്ഞതല്ല, വിശ്വനാഥൻ എന്നോട് പറഞ്ഞ്. വിശ്വനാഥൻ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാമെന്ന്. അത് കേട്ടതും വാമദേവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം അമ്മയും മോനും കൊലപാതകികളാണെന്നറിയുമ്പോൾ ഈ വാമദേവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ് ഉണ്ടാവണേ. എന്നിട്ട് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ നീ ആവശ്യമില്ലാത്തതൊക്കെ പറയില്ലടാന്നും പറഞ്ഞ് പ്രതാപനെ അകത്തേക്കിട്ട് പുറത്തുനിന്ന് വാതിൽ പൂട്ടിക്കൊണ്ട് വരുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇപ്പം എനിക്കൊരു കാര്യം വ്യക്തമായി, നിങ്ങൾ അമ്മയും മോനും ഒരുപാട് കൊലകൾ ചെയ്തിട്ടുണ്ട്. പ്രതാപൻ വിശ്വനാഥനെ മാത്രമൊന്നുമല്ല, വേറെ പലരെയും കൊന്നിട്ടുണ്ടാവും. അതുമാത്രമല്ല നിങ്ങൾ മോഹിനിയുടെ അമ്മയെയും കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ അമ്മയും മോനും ഉണ്ടാവുന്നു. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അവനക്ക് തലയ്ക്ക് സുഖമില്ലാണ്ട് അവന് ഓരോന്ന് പറയണേന് നീ അത് കേട്ട് വിശ്വസിക്കുകയാണോ വാമാന്ന് ചോദിക്കുമ്പം തലയ്ക്ക് സുഖമില്ലെങ്കിലും അവൻ പറയണതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. വിശ്വനാഥനെ അവൻ കൊന്നു എന്നുള്ളതും അതിന് കൊട്ടേഷൻ കൊടുത്തത് ഞാനാന്നുള്ളതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾ മോഹിനിയുടെ അമ്മയെ കൊന്നു എന്ന് പറയണതും സത്യം തന്നെയാണ്. അതിൽ ഒരു തർക്കമില്ല. എന്തായാലും പ്രതാപൻ സത്യങ്ങൾ ആരോടും പറയാണ്ടിരിക്കേണ്ടത് ഇനി നിങ്ങളുടെയും കൂടി ആവശ്യം. അങ്ങനെ ഞാൻ കാരണമാണ് വിശ്വനാഥൻ കൊല്ലപ്പെട്ടതെന്ന് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹിനിയുടെ അമ്മ മരിച്ചത് നിങ്ങൾ കൊന്നതാണെന്നുള്ള സത്യം ഞാൻ എല്ലാവരോടും പറയും. പിന്നെ നിങ്ങളുടെ ഇനിയുള്ള ജീവിതം ജയിലിലായിരിക്കുമെന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഈ വാമദേവനെ പണിക്ക് ശരിയാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു വാമ, ഇത് ആ മോഹിനിയോ ആ മഹാലക്ഷ്മിയോ ഒന്നും അറിയാൻ ഇടവരരുത്. അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം എന്താവുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും സംഭവിച്ചു എന്നും പറഞ്ഞ് ഈ വാമദേവൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും മഹാലക്ഷ്മിനെയൊക്കെയാണ്. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, തൻ്റെ രണ്ടാനച്ഛനക്ക് മാനസികമായി തകരാറിലാണെന്നും പറഞ്ഞ് റൂമിൽ പൂട്ടിയിട്ടേക്കല്ലായിരുന്നോ, പിന്നെ എങ്ങനെ അയാൾ ഈ സമയത്ത് ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് മുത്തശ്ശിയുടെ കണ്ണ് വെട്ടിച്ച് വന്നതായിരിക്കും കണ്ണേട്ട. എന്നാലും അയാൾക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്. ഇനിയിപ്പോൾ അയാൾ വിളിച്ചത് പറഞ്ഞതുപോലെ എൻ്റെ അച്ഛനെ കൊന്നത് അയാളായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല കണ്ണേട്ട, അതൊക്കെ എത്രയോ വർഷം മുമ്പ് നടന്ന കാര്യമാണ്. എന്തായാലും ഇപ്പം അയാൾ പറയണതിൽ എന്തോ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണേന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര പേടിയാവുന്നുണ്ട്. ആ സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനി വന്നതും കണ്ണനാണെങ്കിൽ ആ സംസാരം നിർത്തുന്നുണ്ട്. പിന്നീട് മോഹിനി വന്നിട്ട് എന്നാൽ ഞാൻ പോയിക്കോട്ടെ മക്കളെ എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് എന്താ ഇത്ര ധൃതി, കുറച്ച് സമയം കഴിഞ്ഞ് പോയാൽ പോരെയെന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ, എന്തായാലും പ്രതാപേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഇപ്പം അവിടെ പ്രതാപേട്ടൻ എന്താ ചെയ്യണേന്ന് അറിയില്ല, മുത്തശ്ശിയും കൊണ്ട് തന്നെ പ്രതാപേട്ടനെ നിയന്ത്രിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനും കൂടി വീട്ടിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഈ മോഹിനിയാണെങ്കിൽ യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ വാമദേവൻ പോയി കഴിഞ്ഞതും പ്രതാപൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എടാ പ്രതാപ, നീ എന്തൊക്കെയാടാ ഈ പറയണത്, മോഹിനിയുടെ അമ്മേനെ ഞാനാ കൊന്നേന്നെങ്ങാനും മോഹിനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെന്നെ വെറുതെ വിടുവാടാ, പിന്നെ എൻ്റെ ജീവിതം ജയിലിലാവൂലെന്ന് പറയുമ്പോൾ ഈ പ്രതാപൻ പറയുന്നുണ്ട്, മോഹിനിയുടെ അമ്മേനെ കൊന്നത് അമ്മയല്ലേ, അതുകൂടാതെ അമ്മ വേറെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താടാ നീ അങ്ങനെ ചോദിക്കണം, അല്ല വിശ്വനാഥൻ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഞാൻ വേറെ ആരെങ്കിലും കൊന്നെന്ന് വിശ്വനാഥൻ പറഞ്ഞോടാന്ന് ചോദിക്കുമ്പോൾ അമ്മ വേറെയും പലരെ കൊന്നിട്ടുണ്ടെന്നാണ് വിശ്വനാഥൻ പറഞ്ഞിരുന്നു. അത് കേട്ടതും ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.